ഓം ശാന്തി. 11/2/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, എല്ലാവർക്കും ഈ സന്ദേശം നൽകൂ. ബാബയുടെ ആജ്ഞയാണ്, ഈ പുരുഷോത്തമ സംഗമയുഗത്തിൽ പവിത്രമാകൂ, എങ്കിൽ സത്യയുഗത്തിൻ്റെ സമ്പത്ത് ലഭിക്കും. ചോദ്യം: ഏതൊരു ലാഭകരമായ കരാറാണ് സർവർക്കും പറഞ്ഞു കൊടുക്കേണ്ടത്? ഉത്തരം: ഈ അന്തിമ ജന്മത്തിൽ ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് പവിത്രമാകൂ, എങ്കിൽ 21 ജന്മങ്ങളിലേക്ക് വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം ലഭിക്കും. ഇത് വളരെ ലാഭകരമായ കരാറാണ്. ഈ കരാർ നടത്തുവാൻ നിങ്ങൾ സർവരെയും പഠിപ്പിക്കൂ. പറയൂ, ഇപ്പോൾ ശിവ് ബാബയെ ഓർമ്മിച്ച് പവിത്രമാകൂ, എങ്കിൽ പവിത്ര ലോകത്തിൻ്റെ അധികാരിയാകും. ഓം ശാന്തി. ആത്മീയ കുട്ടികൾക്കറിയാം, ആത്മീയ അച്ഛൻ മനസ്സിലാക്കിച്ചു തരുന്നു. പ്രദർശനിയിലും മേളയിലും ഷോ കാണിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ ചിത്രങ്ങൾ ഉപയോഗിച്ച് മനുഷ്യർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. ബാബയിൽ നിന്നും ഇപ്പോൾ പരിധിയില്ലാത്ത സമ്പത്ത് നേടണം. ഏതൊരു സമ്പത്ത്? മനുഷ്യനിൽ നിന്നും ദേവതയാകുന്നതിനെക്കുറിച്ച്, അഥവാ പരിധിയില്ലാത്ത ബാബയിൽ നിന്നും അരകൽപ്പത്തേക്ക് സ്വർഗത്തിൻ്റെ രാജ്യം എങ്ങനെ നേടണം, ഇത് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ബാബ കരാറുകാരൻ തന്നെയാണ്. ആ ഒന്നുമായി ഈ കരാർ നടത്തണം. മനുഷ്യർക്കറിയാം, ദേവി ദേവന്മാർ പവിത്രമായിരിക്കുന്നു. ഭാരതത്തിൽ സത്യുഗമായിരുന്നപ്പോൾ ദേവി ദേവന്മാർ പവിത്രമായിരുന്നു. അവർ തീർച്ചയായും സ്വർഗത്തിന് വേണ്ടി എന്തെങ്കിലും പ്രാപ്തി നേടിയിട്ടുണ്ടാകും. സ്വർഗത്തിൻ്റെ സ്ഥാപന ചെയ്യുന്ന ബാബയ്ക്കല്ലാതെ ആർക്കും തന്നെ പ്രാപ്തി ചെയ്യിക്കുവാൻ സാധിക്കില്ല. പതീത പാവനായ ബാബ തന്നെയാണ് പതീതരെ പാവനമാക്കി പാവന ലോകത്തിൻ്റെ രാജ്യം നൽകുന്നവൻ. എത്ര ലാഭകരമായ കരാർ നൽകുന്നു! കേവലം പറയുന്നു, ഇത് നിങ്ങളുടെ അന്തിമ ജന്മമാണ്. ഞാൻ ഇവിടെ ഉള്ളത് വരെയും പവിത്രമാകൂ. ഞാൻ വന്നിരിക്കുന്നത് പവിത്രമാക്കുവാനാണ്. നിങ്ങൾ ഈ അന്തിമ ജന്മത്തിൽ പാവനമാകുന്നതിൻ്റെ പുരുഷാർത്ഥം ചെയ്യുമെങ്കിൽ പാവന ലോകത്തിൻ്റെ സമ്പത്ത് നേടും. കരാറാണെങ്കിൽ വളരെ ലാഭകരമാണ്. ബാബയ്ക്ക് ചിന്ത വന്നു, കുട്ടികൾ ഇങ്ങനെയാണ് മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടത് എന്ന്. അതായത് ബാബയുടെ ആജ്ഞയാണ്, പവിത്രമാകൂ. ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. അത് പവിത്രമാകുവാനുള്ളതാണ്. ഉത്തമത്തിലും ഉത്തമ പുരുഷൻ ദേവതമാരാണ്. ലക്ഷ്മി നാരായണൻ്റെ രാജ്യം നടന്നുവല്ലോ. ഡേറ്റി വേൾഡ് സോവർണിറ്റി നിങ്ങൾക്ക് ബാബയിൽ നിന്നും സമ്പത്തായി ലഭിക്കും. ബാബയുടെ മതമനുസരിച്ച് ഈ അന്തിമ ജന്മം പവിത്രമാകുമെങ്കിൽ യോഗബലത്തിലൂടെ സ്വയം തന്നെ തമോ പ്രധാനത്തിൽ നിന്നും എങ്ങനെ സതോ പ്രധാനമാക്കാം എന്ന യുക്തിയും പറഞ്ഞു തരുന്നു. കുട്ടികൾക്ക് മംഗളത്തിനു വേണ്ടി ചിലവഴിക്കുക തന്നെ വേണം. ചിലവഴിക്കാതെ രാജധാനി സ്ഥാപിതമാവുക സാധ്യമല്ല. ഇപ്പോൾ ലക്ഷ്മി നാരായണൻ്റെ രാജധാനി സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് തീർച്ചയായും പവിത്രമാകേണ്ടതുണ്ട്. മനസ്സ വാച കർമ്മണ ഒരു തലകീഴായ പ്രവൃത്തിയും ചെയ്യരുത്. ദേവതമാർക്ക് ഒരിക്കലും ഏതെങ്കിലും മോശമായ ചിന്ത പോലും വരുന്നില്ല. മുഖത്ത് നിന്നും അങ്ങനെയുള്ള ഒരു വാക്കും വരുന്നില്ല. അവർ സർവഗുണ സമ്പന്നവും സമ്പൂർണ്ണ നിർവികാരിയും മര്യാദ പുരുഷോത്തമനുമാണ്. ആരാണോ ഇവിടെ ഉണ്ടായിരുന്ന ശേഷം പോകുന്നത്, അവരുടെ മഹിമയാണ് പാടപ്പെടുന്നത്. ഇപ്പോൾ കുട്ടികളായ നിങ്ങളെയും അതേ ദേവീ ദേവതമാർ ആക്കുവാൻ വന്നിരിക്കുന്നു. അതിനാൽ മനസ്സ വാച കർമ്മണ അങ്ങനെയുള്ള ഒരു മോശമായ കാര്യവും ചെയ്യരുത്.
ദേവതമാർ സമ്പൂർണ്ണ നിർവികാരികളായിരുന്നു. ഈ ഗുണവും നിങ്ങൾക്ക് ഇപ്പോൾ ധാരണ ചെയ്യുവാൻ സാധിക്കും. കാരണം ഈ മൃത്യുലോകത്തിൽ ഇത് നിങ്ങളുടെ അന്തിമ ജന്മമാണ്. പതീത ലോകത്തെ മൃത്യുലോകമെന്നും പാവന ലോകത്തെ അമരലോകം എന്നും പറയുന്നു. ഇപ്പോൾ മൃത്യുലോകത്തിൻ്റെ വിനാശം മുന്നിൽ നിൽക്കുന്നു. തീർച്ചയായും അമരപുരിയുടെ സ്ഥാപന നടന്നിട്ടുണ്ടാകും. ഇത് ശാസ്ത്രങ്ങളിൽ കാണിച്ചിട്ടുള്ള അതേ വിപുലമായ മഹാഭാരത യുദ്ധമാണ്. അതിലൂടെ പഴയ വിഷ്യസ് വേൾഡ്, അതായത് വികാരി ലോകം സമാപ്തമാകുന്നു. എന്നാൽ ഈ ജ്ഞാനം ആരിലുമില്ല. ബാബ പറയുന്നു, എല്ലാവരും അജ്ഞാന നിദ്രയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. 5 വികാരങ്ങളുടെ ലഹരി ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, പവിത്രമാകൂ. മാസ്റ്റർ ഗോഡ് ആകുമല്ലോ. ലക്ഷ്മി നാരായണനെ ഗോഡസ് എന്ന് പറയുന്നു. അതായത് ഗോഡിലൂടെയാണ് ഈ സമ്പത്ത് നേടിയത്. ഇപ്പോഴാണെങ്കിൽ ഭാരതം പതീതമാണ്. മനസ്സ വാച കർമ്മണ, കർത്തവ്യം തന്നെ ഇങ്ങനെയുള്ളതാണ് നടക്കുന്നത്. ഏതെങ്കിലും കാര്യം ആദ്യം ബുദ്ധിയിലാണ് വരുന്നത്, പിന്നെ മുഖത്തിലൂടെ പുറത്തു വരുന്നു. കർമ്മത്തിൽ വരുന്നതിലൂടെ വികർമ്മമായി മാറുന്നു. ബാബ പറയുന്നു, അവിടെ ഒരു വികർമ്മവും ഉണ്ടാകുന്നില്ല. ഇവിടെ വികർമ്മമുണ്ടാകുന്നു. കാരണം രാവണ രാജ്യമാണ്. ഇപ്പോൾ ബാബ പറയുന്നു, ഇനിയുള്ള ആയുസ്സിൽ പവിത്രമാകൂ. പ്രതിജ്ഞ ചെയ്യണം, പവിത്രമായി. പിന്നെ എന്നോടൊപ്പം ബുദ്ധിയുടെ യോഗവും ചേർക്കണം. അതിലൂടെ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപവും ഇല്ലാതാകട്ടെ. അപ്പോൾ തന്നെയാണ് നിങ്ങൾ 21 ജന്മത്തേക്ക് സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നത്. ബാബ ഓഫർ ചെയ്യുന്നു. ഇത് മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിലൂടെ ബാബ ഈ സമ്പത്ത് നൽകുന്നു. ആ ഒന്ന് ശിവ് ബാബയാണ്. ഇതാണ് ദാദ. അതിനാൽ എപ്പോഴും പറയുന്നത് തന്നെ ബാപ് ദാദ എന്നാണ്. ശിവ് ബാബയും ബ്രഹ്മദാദയും. ബാബ എത്ര കരാറാണ് ചെയ്യുന്നത്. മൃത്യുലോകത്തിൻ്റെ വിനാശം മുന്നിൽ നിൽക്കുന്നു. അമരലോകത്തിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. പ്രദർശിനിയും മേളയും നടത്തുന്നത് തന്നെ ഭാരതവാസികളുടെ മംഗളം ഉണ്ടാകുവാനാണ്. ബാബ തന്നെയാണ് വന്ന് ഭാരതത്തിൽ രാമരാജ്യം ഉണ്ടാക്കുന്നത്. രാമരാജ്യത്തിൽ തീർച്ചയായും പവിത്രമായവർ തന്നെയായിരിക്കും ഉണ്ടാവുക. ബാബ പറയുന്നു, കുട്ടികളെ, കാമം മഹാശത്രുവാണ്. ഈ 5 വികാരങ്ങളെ തന്നെയാണ് മായ എന്ന് പറയുന്നത്. ഇതിൻ്റെ മേൽ ജയം നേടുന്നതിലൂടെ നിങ്ങൾ ജഗത് ജീത്താകും. ജഗത് ജീത്ത് ദേവി ദേവന്മാരാണ്. മറ്റാർക്കും ജഗത് ജീത്ത് ആകുവാൻ സാധിക്കില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ടായിരുന്നു, ക്രൈസ്തവർ അഥവാ പരസ്പരം ഒത്തുചേരുകയാണെങ്കിൽ മുഴുവൻ സൃഷ്ടിയുടെയും രാജധാനി നേടുവാൻ സാധിക്കും. പക്ഷേ നിയമമില്ല. ഈ ബോംബുകൾ തന്നെ പഴയ ലോകത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ്. കൽപ്പകൽപ്പങ്ങളിൽ ഇങ്ങനെ പുതിയ ലോകത്തിൽ നിന്നും പഴയതും പഴയതിൽ നിന്നും പുതിയതുമാകുന്നു. പുതിയ ലോകമാണ് ഈശ്വരീയ രാജ്യം. അതിനെ രാമരാജ്യം എന്ന് പറയുന്നു. ഈശ്വരനെ അറിയാത്തത് കാരണം ഇങ്ങനെ രാമ രാമ എന്ന് ജപിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളായ നിങ്ങളുടെ ഉള്ളിൽ ഈ കാര്യങ്ങൾ ധാരണയാകേണ്ടതാണ്. തീർച്ചയായും നമ്മൾ 84 ജന്മങ്ങളിൽ സദോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനമായി. ഇപ്പോൾ വീണ്ടും തീർച്ചയായും സദോ പ്രധാനമാകണം. ശിവ ബാബയുടെ ഡയറക്ഷനാണ്. ഇപ്പോൾ അതനുസരിച്ച് നടക്കുമെങ്കിൽ 21 ജന്മത്തേക്ക് പവിത്ര ലോകത്തിൽ ഉയർന്ന പദവി നേടും. പിന്നെ പുരുഷാർത്ഥം ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. വേണമെങ്കിൽ ഓർമ്മയിലിരുന്ന് മറ്റുള്ളവർക്ക് വഴി പറഞ്ഞു കൊടുക്കാതിരിക്കാം. എക്സിബിഷനിലൂടെ കുട്ടികൾ വളരെ പേർക്ക് വഴി പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. തൻ്റെയും മംഗളം ചെയ്യേണ്ടതുണ്ട്.
കരാർ വളരെ ലാഭകരമാണ്. കേവലം ഈ അന്തിമ ജന്മം പവിത്രമായിരിക്കുന്നതിലൂടെ, ശിവ് ബാബയുടെ ഓർമ്മയിലിരിക്കുന്നതിലൂടെ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സതോ പ്രധാനമായി മാറും. എത്ര ലാഭകരമായ കരാറാണ്! ജീവൻ തന്നെ പരിവർത്തനപ്പെടുന്നു. ഇങ്ങനെയെല്ലാം ചിന്തിക്കണം. ബാബയുടെ അടുക്കൽ സമാചാരം വരുന്നുണ്ട്. രാഖി ബന്ധിക്കുവാനായി പോയപ്പോൾ ചിലർ പറഞ്ഞു, ഈ സമയം തമോ പ്രധാന ലോകമാണ്, ഇതിൽ പവിത്രമായിരിക്കുന്നത് അസംഭവ്യമാണ്. ആ പാവങ്ങൾക്ക് അറിയാൻ കഴിയുന്നില്ല, ഇപ്പോൾ സംഗമയുഗമാണ്. ബാബ തന്നെയാണ് പവിത്രമാക്കുന്നത്. ഇവരുടെ സഹായി പരംപിത പരമാത്മാവാണ്. ഇവിടെ ആകർഷണം വളരെ വലുതാണ് എന്നത് അവർ അറിയുന്നതേയില്ല. പവിത്രമാകുന്നതിലൂടെയാണ് പവിത്ര ലോകത്തിൻ്റെ അധികാരിയാകേണ്ടത്. ബാബ പറയുന്നു, ഈ മായയാകുന്ന 5 വികാരങ്ങളെ ജയിക്കുന്നതിലൂടെ നിങ്ങൾ ജഗത് ജീത്താകും. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് പവിത്രമായിക്കൂടാ? ഫസ്റ്റ് ക്ലാസ് കരാറാണ്. ബാബ പറയുന്നു, കാമം മഹാശത്രുവാണ്. ഇതിൻ്റെ മേൽ ജയം നേടുന്നതിലൂടെ നിങ്ങൾ പവിത്രമാകും. മായാജീത്, ജഗത് ജീത്. ഇതാണ് യോഗബലത്തിലൂടെ മായയെ ജയിക്കുന്ന കാര്യം. പരംപിത പരമാത്മാവ് തന്നെയാണ് വന്ന് ആത്മാക്കൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നത്. എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ കലർപ്പ് മാറും. നിങ്ങൾ സതോ പ്രധാന ലോകത്തിൻ്റെ അധികാരിയാകും. ബാബ സമ്പത്ത് നൽകുന്നത് സംഗമത്തിലാണ്. ഏറ്റവും ഉത്തമ പുരുഷൻ ഈ ലക്ഷ്മി നാരായണൻ ആയിരുന്നു. അവരെ തന്നെയാണ് മര്യാദ പുരുഷോത്തം, ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവർ എന്ന് പറയുന്നത്. വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഈ പോയിന്റ്സ് മറന്നു പോകുന്നു. പിന്നീട് ചിന്ത വരുന്നു, പ്രഭാഷണത്തിൽ ഇന്ന പോയിന്റ്സ് മനസ്സിലാക്കിച്ചു കൊടുത്തില്ല എന്ന്. മനസ്സിലാക്കിച്ചു കൊടുക്കാനുള്ള പോയിന്റ്സ് ധാരാളമുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നു. വക്കീലന്മാരും ചില പോയിന്റ്സ് മറന്നു പോകാറുണ്ട്. പിന്നെ എപ്പോഴാണോ ആ പോയിന്റ് ഓർമ്മയിൽ വരുന്നത്, അപ്പോൾ പിന്നെ യുദ്ധം ചെയ്യുന്നു. ഡോക്ടർമാരും ഇങ്ങനെയാണ്. ചിന്ത നടക്കുന്നു, ഈ രോഗത്തിന് ഈ ഔഷധമാണ് ശരിയായത്. ഇവിടെയും അനേകം പോയിന്റ്സ് ഉണ്ട്. ബാബ പറയുന്നു, ഇന്ന് നിങ്ങൾക്ക് ഗുഹ്യമായ പോയിന്റ്സ് മനസ്സിലാക്കിച്ചു തരികയാണ്. പക്ഷേ മനസ്സിലാക്കുന്നവരെല്ലാം പതീതമാണ്. പറയുന്നുമുണ്ട്, ഹേ പതീത പാവന എന്ന്. പിന്നെ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ പിണങ്ങിപ്പോകും. ഈശ്വരന് മുന്നിൽ സത്യം പറയുന്നു, ഹേ പതീത പാവന, വരൂ, വന്ന് നമ്മളെ പാവനമാക്കൂ എന്ന്. ഈശ്വരനെ മറന്നു പോകുമ്പോൾ പിന്നെ അസത്യം പറയുന്നു. അതിനാൽ വളരെ യുക്തിയോടെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. സർപ്പവും മരിക്കണം, വടിയും ഒടിയരുത്. ബാബ പറയുന്നു, എലിയിൽ നിന്നും ഗുണമെടുക്കൂ. എലി കടിക്കുന്നത് ഇങ്ങനെ യുക്തിയോടെയാണ്. രക്തം വന്നാലും അറിയാൻ കഴിയുന്നില്ല. അപ്പോൾ കുട്ടികളുടെ ബുദ്ധിയിലും എല്ലാ പോയിന്റ്സും ഉണ്ടായിരിക്കണം. യോഗത്തിലിരിക്കുന്നവർക്ക് സമയത്തിന് സഹായം ലഭിക്കുന്നു. കേൾക്കുന്നവർ കേൾപ്പിക്കുന്നവരെക്കാൾ കൂടുതൽ ബാബയ്ക്ക് പ്രിയപ്പെട്ടവർ ആയേക്കാം. ബാബ സ്വയവും ഇരുന്ന് മനസ്സിലാക്കിക്കും. പവിത്രമാകുന്നത് വളരെ നല്ലതാണ് എന്ന് അവർ മനസ്സിലാക്കും വിധം മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഈ ഒരു ജന്മം പവിത്രമായിരിക്കുന്നതിലൂടെ നമ്മൾ 21 ജന്മത്തേക്ക് പവിത്ര ലോകത്തിൻ്റെ അധികാരിയാകും. ഭഗവാൻ ഉവാച, ഈ അന്തിമ ജന്മം പവിത്രമാകൂ. എങ്കിൽ ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു, ഡ്രാമ പ്ലാൻ അനുസരിച്ച് നിങ്ങൾക്ക് 21 ജന്മത്തേക്ക് സമ്പത്ത് നേടുവാൻ സാധിക്കും. നമ്മൾ കൽപ്പകൽപ്പങ്ങളിൽ ഈ സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്നു. ആർക്കാണോ സർവീസിൽ താല്പര്യമുണ്ടായിരിക്കുന്നത് അവർ വിചാരിക്കും, നമ്മൾ പോയി മനസ്സിലാക്കിച്ചു കൊടുക്കട്ടെ. ഓടിപ്പോകേണ്ടി വരും.
ബാബയാണെങ്കിൽ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ആ ഒന്ന് എത്ര ജ്ഞാനത്തിൻ്റെ മഴ പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. ആരുടെ ആത്മാവ് പവിത്രമാണോ എങ്കിൽ ധാരണയും ഉണ്ടാകും. തൻ്റെ പേര് പ്രശസ്തമാക്കി കാണിക്കും. എക്സിബിഷനിലൂടെയും മേളയിലൂടെയും അറിയാൻ കഴിയും ആരെല്ലാമാണ് സർവീസ് ചെയ്യുന്നത്. ആര് എങ്ങനെ മനസ്സിലാക്കിക്കുന്നു എന്നത് ടീച്ചേഴ്സ് പരിശോധിക്കേണ്ടതാണ്. പൊതുവായി ലക്ഷ്മി നാരായണൻ്റെയും ഏണിപ്പടിയുടെയും ചിത്രത്തിന്മേൽ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. യോഗബലത്തിലൂടെ പിന്നെ ഇങ്ങനെയുള്ള ലക്ഷ്മി നാരായണൻ ആകുന്നു. ലക്ഷ്മി നാരായണൻ തന്നെയാണ് ആദിദേവനും ആദിദേവിയും. ചതുർഭുജത്തിൽ ലക്ഷ്മിയും നാരായണനും 2 പേരും വരുന്നു. 2 കൈകൾ ലക്ഷ്മിയുടേത്, 2 നാരായണൻ്റേത്. ഇതും ഭാരതവാസികൾ അറിയുന്നില്ല. മഹാലക്ഷ്മിക്ക് 4 കൈകളുണ്ട്. ഇതിൻ്റെ അർത്ഥം തന്നെ അത് യുഗളാണ് എന്നതാണ്. വിഷ്ണു ചതുർഭുജം തന്നെയാണ്. എക്സിബിഷനിൽ ദിവസവും മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. രഥത്തെയും കാണിച്ചിരിക്കുന്നു. അർജുനൻ ഇരിക്കുകയായിരുന്നു എന്ന് പറയുന്നു. കൃഷ്ണൻ രഥം ഓടിക്കുന്നവനായിരുന്നു. ഇതെല്ലാം കഥകളാണ്. ഇപ്പോൾ ഇതാണ് ജ്ഞാനത്തിൻ്റെ കാര്യങ്ങൾ. ജ്ഞാനാമൃതത്തിൻ്റെ കലശം ലക്ഷ്മിയുടെ ശിരസിൽ വെച്ചതായി കാണിക്കുന്നു. വാസ്തവത്തിൽ കലശം വെച്ചിരിക്കുന്നത് ജഗദംബയിലാണ്. ആ ഒന്ന് പിന്നീട് ലക്ഷ്മിയാകുന്നു. ഇതും മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യയുഗത്തിൽ ഒരു ധർമ്മമാണ്. ഏകമതമുള്ള മനുഷ്യരാണ് ഉണ്ടായിരിക്കുന്നത്. ദേവതമാരുടേത് തന്നെയാണ് ഏകമതം. ദേവതമാരെ തന്നെയാണ് ശ്രീ എന്ന് പറയുന്നത്. മറ്റാരെയും പറയുന്നില്ല. ബാബയ്ക്ക് ചിന്ത നടക്കുന്നുണ്ടായിരുന്നു. മനസ്സിലാക്കിച്ചു കൊടുക്കുന്നതിന് കുറച്ച് വാക്കുകളേ ഉള്ളൂ. ഈ അന്തിമ ജന്മത്തിൽ 5 വികാരങ്ങളുടെ മേൽ ജയം നേടുന്നതിലൂടെ നിങ്ങൾ രാമരാജ്യത്തിലെ അധികാരിയാകും. ഇത് ലാഭകരമായ കരാറാണ്. ബാബ വന്ന് അവിനാശി ജ്ഞാനരത്നങ്ങൾ ദാനം നൽകുന്നു. ബാബയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം. ആ ഒന്ന് ജ്ഞാനരത്നങ്ങൾ നൽകുന്നു. ഇന്ദ്രസഭയിൽ ചിലർ സബ്ജ് പരിയും പുഖരാജ് പരിയുമാണ്. എല്ലാവരും സഹായിക്കുന്നവരാണ്. ആഭരണങ്ങളും പലതരത്തിലുള്ളവയാണല്ലോ. അതിനാൽ 9 രത്നങ്ങൾ കാണിച്ചിരിക്കുന്നു. ആര് നല്ല രീതിയിൽ പഠിക്കുമോ അവർ പദവിയും നേടും എന്നത് തീർച്ചയാണ്. നമ്പർ വൈസ് ആണല്ലോ. പുരുഷാർത്ഥം ചെയ്യാനുള്ള സമയം തന്നെ ഇതാണ്. കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ട്, നമ്മൾ ബാബയുടെ മാലയിലെ മുത്താകുന്നു. എത്രത്തോളം ശിവ് ബാബയെ ഓർമ്മിക്കുമോ അത്രയും നമ്മൾ ഓർമ്മയുടെ യാത്രയിൽ ഓട്ടപ്പന്തയം നടത്തുന്നത് പോലെയാണ്. പാപവും വേഗം വിനാശമാകും. ഈ പഠനം നീണ്ടു പരന്നതല്ല. കേവലം പവിത്രമായിരിക്കണം. ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. മുഖത്തു നിന്നും ഒരിക്കലും കല്ലുകൾ പുറപ്പെടുവിക്കരുത്. കല്ലെറിയുന്നവർ കല്ല് ബുദ്ധി തന്നെയാകും. രത്നം പുറപ്പെടുവിക്കുന്നവർ തന്നെയാണ് ഉയർന്ന പദവി നേടുന്നത്. ഇത് വളരെ സഹജമാണ്. ജിജ്ഞാസുക്കൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. പതീത പാവനും സർവരുടെയും മുക്തി ജീവൻ മുക്തി ദാതാവുമായ പരംപിത പരമാത്മ ശിവൻ പറയുന്നു, ഹേ ഭാരതവാസികളായ ആത്മീയ കുട്ടികളെ, രാവണ രാജ്യമാകുന്ന മൃത്യുലോകത്തിലെ ഈ കലിയുഗി അന്തിമ ജന്മത്തിൽ പവിത്രമായി ഇരിക്കുന്നതിലൂടെ പരംപിത പരമാത്മ ശിവനോടൊപ്പം ബുദ്ധി യോഗബലത്തിൻ്റെ യാത്രയിലൂടെ തമോപ്രധാന ആത്മാക്കൾ സദോപ്രധാന ആത്മാവായി സദോപ്രധാന സത്യോഗി വിശ്വത്തിൽ പവിത്രത, സുഖം, ശാന്തി, സമ്പത്ത് ഇവയാൽ സമ്പന്നവും മര്യാദ പുരുഷോത്തമവുമായ ദൈവിക സ്വരാജ്യ പദവി വീണ്ടും നേടുവാൻ സാധിക്കും, 5000 വർഷം മുമ്പെന്ന പോലെ. എന്നാൽ ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന മഹാവിനാശത്തിന് മുമ്പ്
ബാബ നമുക്ക് സമ്പത്ത് നൽകുന്നു, പഠനം പഠിപ്പിക്കുന്നു. എത്ര പഠിക്കുന്നുവോ അത്രയും പദവി നേടും, കൂടെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. പിന്നെ നമുക്ക് ഈ പഴയ ശരീരത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും ചിന്ത എന്തിനുണ്ടാകണം? നിങ്ങളുടേത് പഴയ ലോകത്തെ ഉപേക്ഷിക്കാനുള്ള സമയമാണ്. ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങളുടെ മനനം ബുദ്ധിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എങ്കിലും വളരെ നല്ലതാണ്. മുന്നോട്ട് പോകുമ്പോൾ പുരുഷാർത്ഥം ചെയ്ത് സമയം വന്നു ചേരും. പിന്നെ ശ്വാസം മുട്ടുകയില്ല. ലോകത്തിലും അല്പം സമയമാണ് അവശേഷിക്കുന്നത് എന്ന് കാണുമ്പോൾ ബുദ്ധിയോഗം ചേർക്കേണ്ടതാണ്. സർവീസ് ചെയ്യുന്നതിലൂടെ സഹായവും ലഭിക്കും. എത്രത്തോളം ആർക്കെങ്കിലും സുഖത്തിനുള്ള വഴി പറഞ്ഞു കൊടുക്കുമോ അത്രയും സന്തോഷമുണ്ടായിരിക്കും. പുരുഷാർത്ഥവും നടക്കുന്നു, ഭാഗ്യം കാണപ്പെടുന്നു. ബാബ പുരുഷാർത്ഥം പഠിപ്പിക്കുന്നു. ചിലർ അതിൽ മുഴുകുന്നു, ചിലർ മുഴുകുന്നില്ല. നിങ്ങൾക്കറിയാം, കോടിപതിയും പദം പതിയുമെല്ലാം ഇങ്ങനെ തന്നെ ഇല്ലാതായി പോകും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഉയർന്ന പദവി നേടുന്നതിനായി മുഖത്തിലൂടെ സദാ രത്നങ്ങൾ പുറപ്പെടുവിക്കണം, കല്ലുകളല്ല. മര്യാദ പുരുഷോത്തമൻ ആക്കി മാറ്റുന്ന തരത്തിലുള്ള കർമ്മം മനസ്സ വാച കർമ്മണ ചെയ്യണം. ഈ അന്തിമ ജന്മത്തിൽ പവിത്രമാകുന്നതിൻ്റെ പ്രതിജ്ഞ ചെയ്യണം. പവിത്രമാകാനുള്ള യുക്തി സർവരെയും കേൾപ്പിക്കണം. വരദാനം: എവർ റെഡി ആയി ഓരോ പരിതസ്ഥിതിയാകുന്ന പരീക്ഷയിലും ഫുൾ പാസ് ആകുന്ന എവർ ഹാപ്പിയായി ഭവിക്കട്ടെ. ആരാണോ എവർ റെഡി ആയിരിക്കുന്നത് അവരുടെ പ്രാക്ടിക്കൽ സ്വരൂപം എവർ ഹാപ്പി ആയിരിക്കും. ഏതെങ്കിലും പരിതസ്ഥിതിയാകുന്ന പരീക്ഷയോ പ്രകൃതി ക്ഷോഭങ്ങളിലൂടെ വന്ന പരീക്ഷയോ ഏതെങ്കിലും ശാരീരിക കർമ്മഭോഗമാകുന്ന പരീക്ഷയോ വന്നാലും ഈ എല്ലാ പ്രകാരത്തിലുമുള്ള പരീക്ഷകളിലും ഫുൾ പാസ് ആകുന്നവരെ തന്നെയാണ് എവർ റെഡി എന്ന് പറയുന്നത്. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാത്തതുപോലെ ഒരിക്കലും ഏതെങ്കിലും തടസ്സത്തിന് തടയുവാൻ കഴിയരുത്. മായയുടെ സൂക്ഷ്മമോ സ്ഥൂലമോ ആയ വിഘ്നം ഒരു സെക്കൻഡിൽ സമാപ്തം ആകണം. അപ്പോൾ എവർ ഹാപ്പി ആയിരിക്കുവാൻ സാധിക്കും. സ്ലോഗൻ: സമയത്തിനനുസരിച്ച് സർവശക്തികളെയും കാര്യത്തിൽ വിനിയോഗിക്കുക, എന്നാൽ മാസ്റ്റർ സർവശക്തിവാൻ ആവുക. അവ്യക്ത സൂചന: ഏകതയുടെയും വിശ്വാസത്തിൻ്റെയും വിശേഷതയിലൂടെ സഫലത സമ്പന്നം ആകൂ. ഏകതയ്ക്ക് 2 ആധാരങ്ങളുണ്ട്. 1 ഫെയ്ത്ത് അഥവാ വിശ്വാസം, 2 ലവ് അഥവാ സ്നേഹം. ഒരിക്കലും പരസ്പരം വിശ്വാസം കുറയരുത്. ഒരാൾ പറഞ്ഞു, മറ്റേയാൾ അംഗീകരിച്ചു. ഇതാണ് ഏകതയുടെ നൂലിൽ കോർക്കപ്പെടുവാനുള്ള വിധി. ഹൃദയത്തിൽ നിന്നുള്ള പരസ്പര സ്നേഹം സമീപം കൊണ്ടുവരുന്നു. ഏതുപോലെ ബാബയോട് എല്ലാവർക്കും സ്നേഹമുണ്ടോ അതേപോലെ പരിവാരത്തോടും ഹൃദയത്തിൽ നിന്നുള്ള സത്യമായ സ്നേഹം ഉണ്ടായിരിക്കണം. ഇതിനു വേണ്ടി സ്വമാനത്തിൽ ഇരുന്ന് സർവർക്കും ബഹുമാനം നൽകൂ. ഓം ശാന്തി. ഈ ദേഹമാകുന്ന ക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ആത്മാവ് ഒരു ചൈതന്യ ശക്തി.
ശക്തിയാണ്. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്യുമ്പോൾ ശുദ്ധവും പവിത്രവുമായ എൻ്റെ യഥാർത്ഥ സ്വരൂപം എനിക്ക് അനുഭവവേദ്യമാകുന്നു. ഈശ്വരൻ്റെ ധാമത്തിൽ നിന്നും ഈ കർമ്മക്ഷേത്രത്തിൽ വന്നപ്പോൾ എൻ്റെ ആത്മസ്വരൂപം അതിനിർമ്മലവും അതിപവിത്രവുമായിരുന്നു. എൻ്റെ ആ നിർമ്മലവും ശുദ്ധവുമായ സ്വരൂപത്തിൻ്റെ പരിപൂർണ അനുഭവം നേടുന്നതിന് ഞാൻ ശാന്തിയുടെ ധാമമായ ആ ജ്യോതിദേശത്തിൽ ബ്രഹ്മതത്വം വ്യാപിച്ചിരിക്കുന്ന ആ ദിവ്യധാമത്തിൽ സങ്കല്പം കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ഈ ദിവ്യ ജ്യോതിദേശത്തിൽ എൻ്റെ ആന്തരിക നേത്രത്തിലൂടെ പരമാത്മാ സ്വരൂപം ദർശിക്കുന്ന മാത്രയിൽ പരമാത്മാ ശാന്തിയുടെ അനന്ത കിരണങ്ങൾ ആത്മാവിൽ ഉൾക്കൊള്ളപ്പെടുകയാണ്. അനന്യഭാവത്തിൽ ആ പരമാത്മാ സ്വരൂപത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഏകാഗ്രമാക്കുമ്പോൾ അനിർവചനീയമായ ദിവ്യ അലൗകിക സ്നേഹത്തിൽ ഞാൻ ലയിച്ചു ചേരുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ,
അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ, അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട് ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ഇപ്പോൾ ഞാൻ സൈലൻസിൻ്റെ ഭാഷയിലൂടെയുള്ള ഈ ആത്മീയ സംഭാഷണത്തിൻ്റെ രസം നുകർന്ന് ഒരു സെക്കൻഡിൽ സാരരൂപമായി മാറുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഈ ശക്തിശാലി അവസ്ഥയിൽ എൻ്റെ അനാദി ഗുണങ്ങൾ എമർജാകുന്നു. ഞാൻ സർവഗുണങ്ങളുടെയും സ്വരൂപമായി മാറുന്നു. ഞാൻ ബാബയുടെ മഹിമകളുടെ മാസ്റ്റർ സ്വരൂപമായി മാറുന്നു. ഞാൻ മാസ്റ്റർ ജ്ഞാനസാഗരമാണ്. മാസ്റ്റർ സർവശക്തിവാനാണ്. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പ്രകാശം നിറയുന്നു. ഈ അമൃതവേളയിൽ ശിവപരമാത്മാവുമായുള്ള ഈ ദിവ്യ അലൗകിക മിലനത്തിൻ്റെ ആനന്ദമെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ഡബിൾ ലൈറ്റ് സ്വരൂപം
ധാരണ ചെയ്യുന്നു. അവ്യക്ത ശരീരധാരിയായി, പ്രകാശ ശരീരധാരിയായി, അവ്യക്ത ബാപ് ദാദയുടെ മുന്നിൽ ഞാൻ എത്തിച്ചേരുന്നു. അവ്യക്ത ബാപ് ദാദയുടെ സ്നേഹവും ശക്തിയും നിറഞ്ഞ ദൃഷ്ടി എന്നിൽ പതിയുന്നു. ഞാൻ ആ അനുഭവങ്ങളുടെ ആഴങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സർവസമ്പന്നമാക്കുന്ന, സംതൃപ്തമാക്കുന്ന ദൃഷ്ടിയിൽ സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും അലൗകിക അനുഭവങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. ബാപ് ദാദയുടെ ദൃഷ്ടി എന്നെ വിശ്വവരദാനി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യിക്കുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.